ഹായ് അസ്സലാമു അലൈക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടിലെത്തി. വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കേട്ടോ ഇത്. തിരുവനന്തപുരത്തുകാരുടെ മറുവീട് അല്ലെങ്കിൽ അടുക്കള എന്നൊക്കെ പറയും നമ്മളിവിടെ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് മണവാളനെയും മണവാട്ടിയെയും സൽക്കാരത്തിനായി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മറുവീട് വിശേഷങ്ങളിലേക്ക് പോകാം ഇൻഷാ അള്ളാ. അങ്ങനെ ഞാനും മക്കളൊക്കെ അദ്ദേഹം റെഡിയായി വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്രൈഡിൻ്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ അവിടെ മണിയറയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള അവരുടെ ബെഡ്റൂം മാഷാ അല്ലാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു ബെഡ്ഷീറ്റ് ഇതേ ഇവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ നിന്നും ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ മദീന ഓഡിറ്റോറിയത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ഫംഗ്ഷൻസും എല്ലാവരും വീട്ടിൽ നടത്താതെ ഓഡിറ്റോറിയത്തിലും കൺവെൻഷൻ സെൻറ്ററിലും ഒക്കെയാണല്ലേ നടത്തുന്നത്. അപ്പോൾ എത്ര പേര് വേണമെങ്കിലും നമുക്ക് അതിവിശാലമായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാനായാലും എല്ലാത്തിനും അതൊരു അടിപൊളി ഓപ്ഷനാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഒരു മദീന ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തെല്ലാവരും ദേ വന്ന് നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് അതിനകത്തേക്ക് കയറാം. നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒക്കെ കാണണ്ടേ, നമുക്ക് പോയി കാണാം കേട്ടോ. ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈറ്റ്, ആ ഒരു എൻട്രി അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, മക്കൾ കയറി പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഫാമിലീസും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ് ഈ ഒരു ഫംഗ്ഷന് പൊതുവേ ഉണ്ടാവാറുള്ളത്. അങ്ങനെ നമ്മളതേ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ അടുത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി ഫാമിലീസിൻ്റെ ഊഴമാണ്. അപ്പോൾ ഓരോരോ ഫാമിലീസായിട്ട് കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ ഫാമിലി ആയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ബന്ധങ്ങളുടെ ആഴം കൂട്ടാനും രണ്ട് കുടുംബത്തിൻ്റെയും കൂടുതൽ അടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെയുള്ള ഓരോ ആചാരങ്ങളും ആഘോഷിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ഈ മനോഹരമായ മറുവീട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു ലൈക്കും കൂടെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ ചെന്നുടനെ ജ്യൂസ് കുടിച്ച് അകത്ത് കയറിയെങ്കിലും ഫുഡ് കഴിക്കാതെയും ഐസ്ക്രീം മക്കൾ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. ബട്ടർ സ്കോച്ചാണോ എന്താണെന്ന് അറിയത്തില്ല, ഫ്ലേവർ അത്രയും അടിപൊളി ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പോൾ പ്രായം ചെന്നവരായിക്കോട്ടെ കൊച്ചു കുട്ടികളായിക്കോട്ടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, ഷുഗർ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത് സത്യമാണ്. എല്ലാവരും പ്രായഭേദമന്യേ ഐസ്ക്രീമൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, അടിപൊളി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തായതുകൊണ്ട് നമ്മൾ ഒരു സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയാണ് ഇടിയപ്പം, പൊറോട്ട, പത്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിഷ നസ്രൻ ഇടിയപ്പമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഇശലിന് പൊറോട്ട. അപ്പോൾ ഐസ്ക്രീം ഒരു കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ ആളെ കയ്യിൽ തന്നെ വെച്ചിട്ടിരിക്കുവാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ടൈമിന് പുറത്ത് ഡാൻസും പാട്ടും ഒക്കെ തകൃതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്.
പാർട്ടി DJ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത മക്കളതേ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഡാൻസും ലൈറ്റിലുള്ള കളികളും ഒക്കെ ആയി മാറി കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം തിരിച്ച് ഇറങ്ങാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി പ്രധാന ഒരു ചടങ്ങും കൂടെ നടക്കാനുണ്ട്. പെണ്ണ് ചെറുക്കനും ഓഡിറ്റോറിയത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്ന് അവർക്ക് ഗോൾഡ് കൊടുക്കുന്ന ചടങ്ങുകളുണ്ട്. കസിൻസും അതുപോലെ തന്നെ സിബ്ലിങ്സും ഒക്കെ അവർക്ക് ഇങ്ങനെ ഗോൾഡ് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് ഞാൻ ദേ മക്കളെയും വെച്ച് പുറത്ത് നിൽക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു ചടങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഗോൾഡ് പെണ്ണിന് ഇങ്ങനെ അണിയിച്ചു കൊടുക്കുവാണേ. തിരുവനന്തപുരത്തായാലും പല സ്ഥലങ്ങളിലും ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല തിരുവനന്തപുരത്ത് വേറൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു മറുവീട്, അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ടു ബി. എല്ലാത്തിനും ഓരോരുത്തരുടേതായ കുറച്ച് പൊടിക്കൈകൾ കാണുമല്ലോ. അങ്ങനെ ഞാൻ ദേ ബ്രൈഡിനോടും ഗ്രൂമിനോടും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. രാത്രിയായിട്ടുണ്ട്, ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇറങ്ങിയ ശേഷം മണവാട്ടിയും മണവാളനും നമ്മുടെ പിന്നാലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കാറിൽ വരട്ടെ, നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് പോവാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. മാഷാ അല്ലാ. ആ ഒരു ടൈമിന് ഇശൽ ഓടിപ്പോയി ബ്രൈഡിനും ഗ്രൂമിനും ഒക്കെ ഷേക്കൻഡ് ഒക്കെ കൊടുത്ത് യാത്രയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനോഹരമായ മറവീട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും ഉടനെ തന്നെ കാണാം ഇൻഷാ.